സാധനങ്ങൾ ഒരേ സാധനം. അപ്പോൾ ഒരു പേജുള്ള ബുക്കിൽ നിന്ന് 2 പേജുള്ള ബുക്ക്, പിന്നെ 4 പേജുള്ള ബുക്ക്, അങ്ങനെ പരിണമിച്ചു എന്നൊരു സിദ്ധാന്തം കണ്ടുണ്ടാക്കി. എന്താ പറയുക, ഇതേ കോലത്തിൽ മാത്രമാണ് ജീവപരിണാമം എന്ന സിദ്ധാന്തമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരിക്കലും ശാസ്ത്രീയമല്ല. അത് ദൈവവിശ്വാസത്തെ ചെറുക്കുവാൻ ബുദ്ധിപരമായ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു കള്ള സിദ്ധാന്തം മാത്രമാണ്. അതുകൊണ്ടാണ് ജീവപരിണാമത്തെ ഒരർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കാത്തത്. രണ്ടാമതായി, പരിശുദ്ധ ഖുർആൻ വളരെ പച്ചയായി മനുഷ്യനെ മണ്ണിൻ്റെ സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. മനുഷ്യനെ പ്രത്യേകമായി സൃഷ്ടിച്ചതായി പഠിപ്പിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലക്കുകളോട് സംസാരിച്ചതായി പഠിപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഒരു മര്യാദക്ക് നല്ല നേർക്കുനേരെയുള്ള ബുദ്ധി വെച്ചുകൊണ്ട് ഓതി നോക്കിയാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവുക, മനുഷ്യനെ സൃഷ്ടിച്ചത് വളരെ പ്രത്യേകമായി തന്നെയാണ് എന്നാണ്. ജലത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പരിണാമത്തെ ന്യായീകരിക്കാൻ വേണ്ടി ചില സുഹൃത്തുക്കൾ ശ്രമിക്കാറുണ്ട്. അതാണ് എൻ്റെ സുഹൃത്ത് ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ജലത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വചനം യഥാർത്ഥത്തിൽ വെള്ളം എന്നുള്ളത് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പുരുഷ ബീജമാണ്, പുരുഷ ശുക്ലമാണ് എന്ന സന്ദർഭത്തിൽ മനസ്സിലാകും. ഇനി അതല്ല ജലത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാലും അത് അതേപോലെ തന്നെ മണ്ണിൽ നിന്നാണ് എന്ന്, മണ്ണിൻ്റെ സത്തിൽ നിന്നാണ് എന്ന്, പ്രത്യേകമായി സൃഷ്ടിച്ചതാണ് എന്ന്, പ്രത്യേകമായി സൃഷ്ടിച്ച് രൂപം ഉണ്ടാക്കിയതിന് ശേഷം ആത്മാവിനെ യൂതി എന്ന്, അതേപോലെ തന്നെ മലക്കുകളോട് സൃഷ്ടിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എന്ന്, ഇങ്ങനെയെല്ലാം വളരെ കൃത്യമായി തന്നെ മനുഷ്യ സൃഷ്ടി, മനുഷ്യന് സ്പെഷ്യൽ ക്രിയേഷനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ഈ ഭൂമിയിൽ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. എന്താ കാര്യം, ഈ പ്രകൃതിയെ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതുപോലെയാണ് യഥാർത്ഥ ഭൂമിയുടെ ഘടനയുള്ളത്. ഏതെങ്കിലും ഒരു ജീവി പൂർണ്ണമായും നിഷ്കാസിതമായാൽ പ്രകൃതിയുടെ സന്തുലനത്തിന് തകരാറ് പറ്റും എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രകൃതി സ്നേഹികളും ഒച്ചപ്പാടുണ്ടാക്കും. എന്നാൽ ഒരു സത്യം നമ്മൾ അറിയുക, മനുഷ്യൻ എന്ന ജീവി ഭൂമിയിൽ നിന്ന് ഒന്നിച്ചു പോയാലും ഭൂമിക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ ഈ ഭൂമിയെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി മനുഷ്യൻ ഉപോത്ബലകമായി ബാക്കി എല്ലാ ജീവികളെയും ബാക്കി എല്ലാ സംവിധാനങ്ങളെയും സൃഷ്ടിച്ചതാണ് എന്നുള്ളതാണ് വസ്തുത. ചുരുക്കത്തിൽ ജീവപരിണാമം എന്ന ആശയം അടിസ്ഥാനരഹിതമാകുന്നത് അത് അശാസ്ത്രീയമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പിന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ ഉപോത്ബലകമായി അത് സ്ഥാപിക്കേണ്ടതില്ലാത്തത് എന്നതാണ് അതിനുള്ള ഉത്തരം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഉമർ ഫാറൂഖ്. ചോദിക്കാനുള്ള ചോദ്യം, മനുഷ്യ സൃഷ്ടിപ്പിൽ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല എന്നാണ് ഇസ്ലാം അവകാശപ്പെടുന്നത്. എന്നാൽ ചേലാകർമ്മം, മീശ വെട്ടുക, നഖം വെട്ടി മാറ്റുക, ഇതെല്ലാം ഇതിന് വിരുദ്ധമല്ലേ എന്നൊരു ചെറിയ സംശയമാണ്. അസ്സലാമു അലൈക്കും. മനുഷ്യ സൃഷ്ടിപ്പിൽ മാറ്റമൊന്നും വരുത്താൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നത്. എന്നാൽ ചേലാകർമ്മവും നഖം വെട്ടലും മീശ വെട്ടലും എല്ലാം അങ്ങനെയാണെങ്കിൽ ശരിയാവില്ലല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മനുഷ്യനെ ആ സൃഷ്ടിക്രിയയിൽ മനുഷ്യനെ അതിനെ പിന്നെ അലങ്കോലപ്പെടുത്തലാണ്. ആ അലങ്കോലപ്പെടുത്തുകയല്ലാതെ തീർച്ചയായും രോഗത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും അതല്ലാത്ത അവസ്ഥയിലാണെങ്കിലുമെല്ലാം ഇടപെടലുകൾ നടത്താൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. അത് അനുവാദത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. ചേലാകർമ്മം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ലോകത്ത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗമാണ് ചേലാകർമ്മം. ആ ചേലാകർമ്മം സൃഷ്ടിയിലെ മാറ്റമല്ല, മറിച്ച് പടച്ചതമ്പുരാൻ്റെ നിർദ്ദേശപ്രകാരം ഉള്ള ഒരു ഇടപെടലാണ്. ആ ഇടപെടൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച മാതിരി അങ്ങോട്ട് വിടാമെന്ന് വിചാരിക്കുക. മനുഷ്യനെ സൃഷ്ടിച്ച മാതിരി വിട്ടാൽ വേറെ ഒരു ജീവിൻ്റെ മാതിരിയല്ല. കുളിക്കാതെ, ക്ഷൗരം ചെയ്യാതെ, നഖം വെട്ടാതെ, മുടി നന്നാക്കാതെ, പിന്നെ വിസർജ്യങ്ങൾ കഴുകാതെ മനുഷ്യനങ്ങനെ പോയാൽ എന്ത് കോലുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. സൃഷ്ടിക്രിയയിൽ ഒരു മാറ്റം വരുത്താത്ത മനുഷ്യൻ്റെ കോലായിരിക്കും അത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്രിയയിൽ പടച്ചവൻ്റെ മാർഗനിർദ്ദേശ പ്രകാരമുള്ള ഇടപെടലുകൾ വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പടച്ചവൻ്റെ മാർഗനിർദ്ദേശ പ്രകാരമുള്ള ഇടപെടലാണ് കുളിക്കണമെന്ന ഇടപെടൽ. പടച്ചവൻ്റെ മാർഗനിർദ്ദേശ പ്രകാരമുള്ള ഇടപെടലാണ് ക്ഷൗര്യം ചെയ്യണമെന്ന ഇടപെടൽ. പടച്ചവൻ്റെ മാർഗനിർദ്ദേശ പ്രകാരമുള്ള ഇടപെടലാണ് മലഭൂസ വിസർജനം കഴിഞ്ഞാൽ കഴുകണമെന്നുള്ള ഇടപെടൽ. ഇത് എല്ലാം പടച്ചവൻ്റെ മാർഗനിർദ്ദേശ പ്രകാരമുള്ള ഇടപെടലാണ്. ഇതൊന്നും ചെയ്യാതെയും ബാക്കിയുള്ള ജീവികൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇതെന്തെങ്കിലും ബാക്കിയുള്ള ജീവികൾ ആരെങ്കിലും കക്കൂസ് കണ്ടുപിടിച്ചിനോ?
ക്ലോസറ്റ് ഉണ്ടോ? ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? ആ രൂപത്തിൽ കഴുകാനുള്ള സംവിധാനമുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നിട്ടോ അവർക്ക് വല്ല പ്രശ്നമുണ്ടോ? അതേസമയം മനുഷ്യനോ ഈ കോലത്തിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിക്രിയയിലുള്ള മാറ്റമല്ല, അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശ പ്രകാരമുള്ള ഇടപെടലാണ്. ആ ഇടപെടൽ മനുഷ്യന് നിർബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശമില്ലെങ്കിൽ എല്ലാ രംഗത്തേതും പോലെ മനുഷ്യ ശരീരവും വികൃതമായി പോകുമെന്നുള്ളതാണ് വാസ്തവം. അള്ളാഹിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ മനുഷ്യ ശരീരവും വികൃതമായി തീരും. അത് വളരെയധികം വളരെയധികം മ്ലേച്ഛമായി തീരും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സൃഷ്ടിപ്രക്രിയയിൽ മാറ്റം വരുത്തല്ല, അള്ളാഹിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഇടപെടലാണ്. ആ ഇടപെടൽ എപ്പോഴും നിർബന്ധവുമാണ്. നന്മതിന്മകളുടെ കണക്കെടുപ്പിൽ ഖുർആൻ വളരെ കൃത്യമായി എണ്ണിയ, അതായത് വ്യഭിചാരം പോലെ, ലഹരി പോലെ വളരെ കൃത്യമായ തിന്മയായി എണ്ണിയതാണ് പലിശ. ആധുനിക ലോകം മുതലാളിത്തം നിലനിൽക്കുന്നത് ഈ പലിശയുടെ തണലിലാണ്. ലോക സമ്പദ് വ്യവസ്ഥ നമുക്കറിയാം പലിശാധിഷ്ഠിതവുമാണ്. ഈ പലിശാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണെന്ന് ശാസ്ത്രം വളരുകയും ആ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ടെക്നോളജി പല രീതിയിലായിട്ട് നമ്മൾക്ക് അപ്ലിക്കേഷനുകളായിട്ട് നമുക്കിന്ന് വന്നെത്തിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാം തിന്മയെന്ന് വളരെ കർശനമായി വിലയിരുത്തിയ പലിശയെ നന്മയായിട്ട് ലോകത്തിന് പരിവർത്തിപ്പിക്കുന്ന രൂപത്തിലേക്ക് മുതലാളിത്തത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ മുതലാളിത്തത്തിനും അവകാശപ്പെടാം. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് ഏത് തരത്തിലുള്ള വിശദീകരണമാണ് നൽകാൻ സാധിക്കുക? പുരോഗതികൾക്കെല്ലാം, മുതലാളിത്ത പുരോഗതിക്കെല്ലാം കാരണം പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയാണ്. അപ്പോൾ ഇസ്ലാമാണെങ്കിൽ അത് തിന്മയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെങ്ങനെ വിശദീകരിക്കാം എന്നാണ് ചോദ്യം. വളരെ വിശദമായി ഉത്തരം പറയേണ്ടതാണ്. സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നം പരിഹാരം എന്ന പേരിൽ വലിയൊരു പുസ്തകം തന്നെ ഈ വിഷയത്തിൽ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. വിശദമായ പഠനത്തിന് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞ എന്ത് നന്മകളുണ്ടെങ്കിലും പലിശയിലധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ തകർച്ചയും അതിൻ്റെ പ്രശ്നങ്ങളും രോദനങ്ങളുമാണ് ഇന്ന് ലോകത്ത് ഉയർന്നു പോയിട്ടുകൊണ്ടിരിക്കുന്നത്. പലിശ ഞാൻ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ കുടുംബത്തിന് ഒരുപാട് നന്മകളുണ്ടാകും. അതുകൊണ്ട് എൻ്റെ അടുത്ത് കുറച്ച് കാശുണ്ട്, ഞാൻ പലിശ വാങ്ങുന്നു, പട്ടി പലിശ ഞാൻ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് എൻ്റേതായ സ്ഥാപനങ്ങളുണ്ടാകും, എൻ്റെ മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, ഞങ്ങൾക്ക് നല്ല വാഹനങ്ങളുണ്ടാകും. ഇതെല്ലാം നന്മയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ നന്മയാവുക എന്നൊരു കാര്യം നന്മയാവുക അതുമൂലമുള്ള മറ്റു പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കുമ്പോഴാണ്. ഞാൻ പലിശ വാങ്ങുമ്പോൾ ഈ പലിശ നൽകുന്നയാളിൻ്റെ കുടുംബം ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് പോവുകയും അവർ പ്രയാസങ്ങളിൽ വീർപ്പുമുട്ടുകയും ചെയ്യുമ്പോൾ അവിടെ സന്തുലിതമായൊരു വ്യവസ്ഥിതിയാണതെന്ന് പറയാൻ സാധ്യമല്ല. ഇതേപോലെ തന്നെയാണ് മുതലാളിത്തത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ അവസ്ഥ. ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ സ്വാഭാവികമായ പരിണിതിയാണ് ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന ദുരിതങ്ങൾ മുഴുവനും. ഒരു ദിവസം 20,000 കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം മരിക്കുന്നുണ്ട് ലോകത്ത്. ഒരു ദിവസം 20,000 കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം മരിക്കുന്നുണ്ട് ഈ ലോകത്ത്. ഈ പട്ടിണിയുടെ കാരണം അന്വേഷിച്ച് ചെന്നാൽ പലിശയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയാണ് എന്ന് പറയുന്നത് ഞാനല്ല, മറിച്ച് മുതലാളിത്ത ലോകത്തെ സാമ്പത്തിക വിദഗ്ധന്മാരാണ്. അതേപോലെ തന്നെ ലോകത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുതലാളിത്ത ലോകമടക്കം ഭീതിയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ എന്തുകൊണ്ടുണ്ടാകുന്നു? സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് പലിശയിൽ അധിഷ്ഠിതമായ ഈ വ്യവസ്ഥിതിയുടെ സ്വാഭാവികമായ പരിണിതിയാണ്. ഇതൊരിക്കലും മാത്രമുള്ളതല്ല, ഇപ്പം മാത്രമുള്ളതല്ല. എന്ന് ഈ വ്യവസ്ഥിതി ഉണ്ടായ അന്ന് മുതലുള്ളത് 1929 മഹാക്ഷാമം എന്നറിയപ്പെടുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന അക്കാലഘട്ടത്തിലെ പ്രശ്നം മുതൽക്ക് 2010 ഇപ്പോൾ 10കളിൽ ഇപ്പോൾ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അടക്കം ഓരോ 10 വർഷത്തിലും ഒരുപാട് ആളുകളുടെ ആത്മഹത്യക്കും ഒരുപാട് പേരുടെ തകർച്ചക്കും ഒരുപാട് പ്രയാസങ്ങൾക്കുമെല്ലാം നിമിത്തമാകുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് മുതലാളിത്ത ലോകത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും
ഈ വ്യവസ്ഥിതി എന്നുള്ളത് ഒരു 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 ഗുണാധിഷ്ഠിതമായ വ്യവസ്ഥിതിയല്ല. സ്വാഭാവികമായും ഏതിപ്പോൾ മദ്യത്തെക്കുറിച്ച് പറഞ്ഞു, മദ്യം മോശമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ കാരണം മദ്യം ചെലവഴിക്കുന്നത് കൊണ്ട്, വിൽക്കുന്നത് കൊണ്ട് മുതലാളിമാരാകുന്ന ആളുകൾ അവരുടെ സൗകര്യങ്ങൾ, അവരുടെ നന്മകൾ ഇതെല്ലാം തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് മദ്യം തെറ്റാണെന്ന് പറയാൻ പറ്റൂലല്ലോ. ഇതേപോലെ തന്നെ വ്യഭിചാരം മോശമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അതുമൂലം ജീവിക്കുന്ന എത്ര ആളുകൾ, ശരീരപ്രദർശനം വഴി ജീവിക്കുന്ന എത്ര ആളുകൾ, അവരുടെ നന്മകൾ, അവർക്ക് ലഭിക്കുന്ന നന്മകൾ, ഇതെല്ലാം നമ്മൾ പറയേണ്ടി വരും. ചുരുക്കത്തിൽ പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതി അത് മനുഷ്യർക്ക് തിന്മയെ ഉണ്ടാക്കൂ. ആ തിന്മ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുക ഇസ്ലാമിന് മാത്രമാണ്. വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ കേവലം പലിശ ബാങ്ക് മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക ഫിനാൻഷ്യൽ സിസ്റ്റം തന്നെ അടിസ്ഥാനപരമായി പൊളിച്ചെഴുതപ്പെടേണ്ടതാണ്. ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല. മുതലാളിത്ത ലോകത്ത് തന്നെയുള്ള ആൾട്ടർനേറ്റീവായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ തുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഒപ്പം തന്നെ അറിയുക, ഇസ്ലാം എല്ലാ രംഗത്തും പിന്നോക്കമാണ് എന്ന് പറയുന്ന ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷൻ അഥവാ വത്തിക്കാനിൽ നിന്ന് പോപ്പ് 2013 പറഞ്ഞത് ലോകമേ ഇസ്ലാമികമായ സാമ്പത്തിക വ്യവസ്ഥിതി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ബാക്കി വ്യവസ്ഥിതികളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ പോപ്പിന് പോലും അംഗീകരിക്കേണ്ടി വന്നു ഇസ്ലാമിക വ്യവസ്ഥിതി എന്നാണിത് വ്യക്തമാക്കുന്നത്. അടുത്തൊരു ചോദ്യം എഴുതി കിട്ടിയതാണ്. ചോദ്യം പ്രസക്തമല്ലെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഒരു പുതുതായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വിശ്വാസിക്ക് ആവശ്യമായൊരു സഹായം ആവുമെന്ന് കരുതിയുകൊണ്ട് മാത്രമാണ് ഇത് ചോദിക്കുന്നത്. ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരു അമുസ്ലിം അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന സഹോദരന് വേണ്ടിയുള്ള ചോദ്യമാണ്. അദ്ദേഹം ഇസ്ലാം മതം വിശ്വസിച്ചു, ദുബായിൽ ജീവിക്കുന്നു. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അവർക്ക് വിവരമറിയാം, സമ്മതവുമാണ്. ഇനി അയാൾ നാട്ടിൽ പോയാൽ എന്ത് ചെയ്യണം എന്നതാണ് ചോദ്യം. ഒരു മുസ്ലിം സുഹൃത്ത് ഇസ്ലാം സ്വീകരിച്ചു, അയാൾ ഇനി നാട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണം, അയാളുടെ കുടുംബജീവിതം നയിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അയാൾ വിവാഹം ചെയ്തത് ഒരു ക്രൈസ്തവനെയാണെങ്കിൽ, ജൂതനെയാണെങ്കിൽ തീർച്ചയായും ആ വിവാഹ ജീവിതം ഇതോടുകൂടി മുറിയുന്നില്ല എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ വിവാഹം ചെയ്തത് അവരല്ലാത്ത മറ്റ് ഏതെങ്കിലും വിഭാഗങ്ങളാണെങ്കിൽ, മുശ്രിക്കുകളിൽപ്പെട്ട ഏത് വിഭാഗമാണെങ്കിലും അവരുടെ വിവാഹബന്ധം ഇയാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി തന്നെ സ്വാഭാവികമായും മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർ കൂടി ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു വിവാഹം ചെയ്യേണ്ടതില്ല. അതിനു മുൻപ് അവരുമായൊരു ശാരീരിക ബന്ധം ഉണ്ടാകാൻ പാടില്ല. ആ ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വ്യഭിചാരമാണ് എന്നാണ് പിന്നെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം ഇവിടെ സദസ്സിൽ അക്ബർ സാഹിബ് പറഞ്ഞു, സെക്സ് അതായത് ഏത് ലിംഗമാണ് എന്നുള്ളതല്ല ഖുറാനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഖുറാനിൽ അത് ഉദ്ദേശിക്കുന്നത്. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനുഷ്യന് അതീതമായ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ പരമ രഹസ്യമായ കാര്യത്തെ അള്ളാഹു എണ്ണിയിട്ടില്ല. അള്ളാഹു 5 കാര്യങ്ങൾ പരമ രഹസ്യമായിട്ട് തന്നെ അക്കമിട്ട് എണ്ണിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യമാണ് ഈ സെക്സ് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അക്ബർ സാഹിബ് പറഞ്ഞു ഗർഭപാത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആണ് പരമരഹസ്യമെങ്കിൽ ഇൻക്യുബേറ്റേഴ്സും അതേപോലെ തന്നെ എംബ്രിയോസ്കോപ്പ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഗർഭപാത്രത്തിൽ എന്ത് സംഭവിക്കുന്നോ അത് നമുക്ക് ഇവിടെ പുറം ലോകത്ത് സൃഷ്ടിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ട്. അപ്പം ഇതെങ്ങനെ വിശദീകരിക്കാൻ കഴിയും? ഇതെൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച നടത്തി. അതിൽ വന്ന ഒരു കാര്യമാണ്. നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ലിംഗവുമായി ബന്ധപ്പെട്ട ഖുറാനിൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. ഗർഭാശയത്തിനകത്ത് എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി അറിയുന്നത് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഗർഭാശയത്തിനകത്ത് കുഞ്ഞിന് ഇപ്പോൾ സംഭവിക്കുന്നത് മാത്രമല്ല വിഷയം. ഗർഭാശയത്തിനകത്ത് വർദ്ധിക്കുന്നതും കുറയുന്നതും അള്ളാഹു അറിയുന്നു എന്ന് പറയുമ്പോൾ ഗർഭാശയത്തിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗർഭാശയം നമ്മെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞ ലോകമായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ആ മറച്ചിൽ നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ അതില്ലാതായതാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഓരോ രഹസ്യവും, ഇപ്പം മനുഷ്യൻ്റെ ഭാവി കാര്യം അള്ളാഹുവിനെ അറിയൂ എന്ന് പറയുമ്പോൾ അവിടെ ഭാവി കാര്യം അള്ളാഹുവിനെ അറിയൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് അബുദാബിയിലേക്ക് പോയാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അബുദാബിയിൽ എത്തും എന്നുള്ളത് സാധാരണ കണക്ക് കൂട്ടിയാൽ അറിയൂലേ എന്ന് ചോദിക്കാം ഒരാൾക്ക്.
ഭാവി അള്ളാഹ്ക്കല്ലല്ലോ. ഇയാൾ വണ്ടിയായിട്ട് പോയാൽ അബുദാബിയിൽ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ എത്തും, 80 സ്പീഡുള്ള വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ 120 സ്പീഡുള്ള വണ്ടിയാണെങ്കിൽ എന്നുള്ളത് ഒരാൾക്ക് കണക്ക് കൂട്ടിക്കൂടെ എന്ന് ചോദിക്കുന്നത് പോലെയാണിത്. ഇവിടെ എന്താന്ന് വെച്ചാൽ യന്ത്രങ്ങൾക്ക് അതിൻ്റെ അവസ്ഥയെക്കുറിച്ച്, പുറമുള്ള അവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിയൂ. മറിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി, അതിൻ്റെ ഭാവി, അതെന്താകാൻ പോകുന്നു, അത് ജനിക്കുമോ, അത് ജനിച്ചാൽ തന്നെ കുഞ്ഞാകുമോ, ഈവൻ ലിംഗം പോലും ഇപ്പോൾ നിർണയിക്കപ്പെട്ട ലിംഗം മാറുമോ, അല്ല സംഭവിക്കാറുള്ള കാര്യമാണ്. മാറുമോ, അതിൽ തന്നെ ലിംഗം പ്രകടമായി നിൽക്കുന്നത് തന്നെ ലൈംഗിക ശേഷി ഉണ്ടാകുമോ, ലൈംഗിക ക്രോമോസോമിൽ തന്നെ XY ആണെങ്കിൽ തന്നെ XY തന്നെയാകുമോ, അതല്ല XXYയോ XYYയോ എല്ലാമാകുമോ, അതല്ലെങ്കിൽ പെണ്ണിൻ്റെ രൂപമാണുള്ളതെങ്കിലും XY ക്രോമോസോം വഴി അവൾക്ക് ആണത്വമുള്ളതാകുമോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇത് ചിലത് നമുക്കറിയാൻ കഴിയുന്നത്, ചിലത് നമുക്കറിയാൻ കഴിയാത്തത്. നമ്മൾക്ക് ഒരു കാര്യത്തിലും ഗർഭാശയത്തിലെ വിഷയം നമുക്ക് സംശയമായി വരണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗർഭാശയം നമ്മളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. ആ മറഞ്ഞു നിൽക്കുന്നത് തുറന്നാൽ നമ്മൾ കാണാം. ഇപ്പം മാത്രമല്ല, അന്നും കണ്ടൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഗർഭാശയത്തിലുള്ളത് അറിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ നമ്മളെ ഈ വാദം അനുസരിച്ചാണെങ്കിൽ. കാരണം എന്താ, അന്നും ഗർഭാശയം തുറന്നു നോക്കിയാൽ, ചാപ്പിള്ളകൾ നോക്കിയാൽ എല്ലാം അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് തുറന്നാൽ കാണുന്ന ബാഹ്യമായ തലമല്ല പരിശുദ്ധ ഖുർആൻ അവിടെ വ്യക്തമാക്കുന്നത്, ഹദീസുകൾ വ്യക്തമാക്കുന്നത്. മറിച്ച് കുഞ്ഞുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ എല്ലാ വിഷയങ്ങളും നമുക്ക് അറിയില്ല. ഇതേപോലെ തന്നെയാണ് ഭാവി കാര്യത്തെക്കുറിച്ചുള്ളതും, ഇതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. ഇത് നേർക്ക് നേരെ പ്രത്യക്ഷമാകുന്നൊരു വിഷയത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ യന്ത്രങ്ങളെ കൊണ്ട് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. ഇതിന് ഈ സംശയമുണ്ടാകാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. പണ്ഡിതന്മാർ ഒരു കാലത്ത് ഇങ്ങനെ വ്യാഖ്യാനിച്ചു. സ്വാഭാവികമാണത്. അക്കാലത്തനുസരിച്ച് അവരുടെ വ്യാഖ്യാനം അനുസരിച്ച് അത് ശരിയാണേനും. കാരണം അന്ന് എന്താണ്, ഗർഭാശയത്തിൽ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അന്ന് ശരിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് കുഞ്ഞിൻ്റെ ലിംഗനിർണയം നടത്താൻ കഴിയും. ആ ലിംഗനിർണയത്തിൽ പോലും ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കുന്നു. ആംനിയോസെൻറ്റസിസ് നടത്തിയിട്ട് പെൺകുട്ടിയാണെന്ന് പറഞ്ഞത് പിന്നീട് ആൺകുട്ടിയായി ജനിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അല്ല ക്രോമോസോമൽ പ്രോബ്ലംസ് ആണ് എന്ന് പിന്നീട് പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ അറിവിൻ്റെ പരിമിതിയാണ് അവിടെ വ്യക്തമാക്കുന്നത്. അതല്ലാതെ നമുക്ക് ദൃശ്യമാകാൻ സാധ്യതയുള്ള യന്ത്രമാണെങ്കിലും മറ്റെന്താണെങ്കിലും നമുക്ക് ദൃശ്യമാകാൻ പറ്റുന്ന ഒരു ലോകത്തെക്കുറിച്ച് അറിവല്ല അവിടെ വ്യക്തമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പുറത്ത് പുരുഷന്മാരുടെ ഭാഗത്ത് ചോദ്യമുണ്ടോ? യെസ്. ഓക്കെ, കമോൺ. അസ്സലാമു അലൈക്കും. സലാം. പേര് നവാസ് അബു. മുമ്പൊരിക്കലും ഒരു ക്രൈസ്തവ സഹോദരനായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇസ്ലാം പ്രകൃതിയുടെ മതമാണെന്നും അതിൻ്റെ നിയമസംഹിതകളുള്ള ഖുർആൻ അല്ലാഹുവിൻ്റെ കലാം അതിൽ കൈകടത്തലില്ല എന്നും മറ്റ് മതങ്ങളിലേക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ ഉണ്ടായി, അതുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ ഈ വിഷയത്തിൽ സംസാരിച്ചതുപോലുള്ള ഈ രതിയുമായിട്ട് ബന്ധപ്പെട്ട വൈകൃതങ്ങളും കാര്യങ്ങളൊക്കെ മുഴിച്ചു നിൽക്കുന്നു ഞാൻ വിശദീകരിച്ചു പറഞ്ഞായിരുന്നു. അതായത് ഒന്ന് രതിയുമായിട്ട് ബന്ധപ്പെട്ടത്, മറ്റൊന്ന് മദ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈസാ നബി ഇങ്ങനെ കാനായിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയിരുന്നു. അത് ശുദ്ധ അസംബന്ധമാണ്, അത് ആളുകളുടെ കൈകടത്തലുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തിരിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്നാൽ ഖുർആനിൽ അതായത് നബയില് പറയുന്ന ഒരു ആയത്ത് വഖവായിബ അത്റാബ എന്നുള്ള ആയത്ത് എടുത്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഖുർആനിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഈ നമ്മൾ ഇവിടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചതിന് ശേഷം നമ്മൾക്ക് പടച്ചവൻ പരലോകത്ത് തരുന്ന പാരിതോഷികമാണ്. അവിടെ ഇത് മാത്രമല്ല, മദ്യവും കസ്തൂരിയുടെ മണമുള്ള മദ്യം പോലും അവിടെ വിതരണം ചെയ്യും. ഇതിവിടെ അത് പാടില്ല എന്ന് പറഞ്ഞ് അത് പാലിച്ച് ജീവിക്കുന്നവർക്ക്